തുടർന്നുള്ള സമയം ദൈവജനം സംസാരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. Let us be prayerfully in the presence of the Lord as we hear from the servant of the നമ്മുടെ Lord. കരങ്ങളെ തട്ടി കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം. Hallelujah. കാൽവറി പെന്തക്കോസ്തൽ ചർച്ചിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. Greetings in the name of our Lord and Savior Jesus Christ to Calvary Pentecostal Church. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയി ആൻഡ് ഫാമിലി, ഇവിടുത്തെ ഇന്ന് എൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡോക്ടർ സന്തോഷ്, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. Praise the Lord for Pastor Roy and family, and the translation today we praise the Lord for everyone. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട കൂട്ടായ്മ പുലർത്തിയ സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും പേരെനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും ചിലരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവം അവസരം തന്നു. എൻ്റെ ശബ്ദം വെച്ചിട്ട് പോയിരിക്കുകയാണ്. So I've lost my voice, as it's obvious. ഇന്ന് രാവിലെ 3 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഫ്ലൈറ്റിന് കയറാൻ വേണ്ടി 8:45 ഇവിടെ ലാൻഡ് ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ കർത്താവ് അടിയനെ ശുശ്രൂഷിപ്പാൻ ഒരുക്കി തന്നു. Early morning, 3 o'clock, left home and was able to reach here at 8:45, and the Lord enabled me to minister, and it was a blessed time. വളരെ തുച്ഛമായ സമയങ്ങളേ ഉള്ളൂ. മെയിനായിട്ട് കോർ പോയിന്റ് പറഞ്ഞ് ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have very limited time, hence I'm going to speak the core points and minister today. ഇവിടുത്തെ ചെറുപ്പക്കാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. I praise the Lord for all the young people here. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. I praise the Lord for the blessed worship that we had. 17 വയസ്സ് തൊട്ട് യേശുവിനെ സേവിപ്പാൻ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ എൻ്റെ ജീവിതത്തിലും ദൈവം ഭാഗ്യം തന്നു. The Lord gave me the privilege to serve the Lord from the age of 17 and worship the Lord in spirit and truth. 18-ാമത്തെ വയസ്സിൽ ഞാൻ സെമിനാരിയിൽ ചേർന്നു ഡൽഹിയിൽ. It was in the age of 18 I joined a seminary. കുറച്ച് വർഷങ്ങൾ അവിടുത്തെ ഹിന്ദി ചർച്ചിലെ പാസ്റ്ററായിരുന്നു. And I was a pastor serving in a Hindi church in Delhi. 21-ാം വയസ്സിൽ പാസ്റ്റർ മിനിസ്ട്രിയിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. At the age of 21 I entered into the pastoral ministry. കഴിഞ്ഞ 30 വർഷമായി പാസ്റ്റർ മിനിസ്ട്രിയിൽ ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷ ചെയ്യുന്നു. And for the last 30 years we've been serving as a family in pastoral care. ഈ നാളുകളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. I praise the Lord for all the opportunities that the Lord has given me over in these days all over the world. ഇത് ഒരു കമ്പൈൻ വർഷിപ്പ് ആയതുകൊണ്ട് ഒരു മിഷൻ ചലഞ്ച് തന്നിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. And since this is a combined worship, I would like to impart a mission challenge unto you and എൻ്റെ lead. മേൽ ഒരു മാൻഡേറ്റ് ഉള്ളത്, കർത്താവിന്റെ ദാസൻ PG വർഗീസ് പണ്ട് പറഞ്ഞതുപോലെ, പള്ളിക്കാരനെ നല്ല പള്ളിക്കാരനാക്കാനല്ല, ഒരു കൂട്ടം യുവതിയുവാക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ ആമേൻ എഴുന്നേൽപ്പിക്കേണ്ടതിന് ഉതകുന്ന ഒരു ശബ്ദമായി മാറാൻ ദൈവസന്നിധിയിൽ എന്നെ ഞാനും സമർപ്പിക്കുന്നു. As Pastor PG Varghese had said some time ago, the mandate upon me is not to make a churchgoer a better churchgoer. Rather, I am here to empower and entrust the young people with something that the Lord has given me in these days. അന്ധകാരത്തിന്റെ ശക്തികൾ, രാജ്യത്തിന്റെ ആധിപത്യങ്ങളും പാപങ്ങളും യുവതലമുറകളെ പിടിച്ച് കെട്ടുമ്പോൾ ആമേൻ ആത്മശക്തി പ്രാപിച്ച ഒരു കൂട്ടം തലമുറകൾ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. While evil forces are binding the young people these days, it is my prayer that there must be young people who are empowered by the Spirit who come to freedom. നമ്മളിൽ ഉള്ള യേശു ഒരു ഓർഡിനറി യേശുവല്ല. The Lord Jesus who is in us is not an ordinary person. പരിശുദ്ധാത്മാവ് ഒരു സാധാരണ ആത്മാവല്ല. The Holy Spirit is not an ordinary spirit. അത് ഒരു അസാധാരണ ആത്മാവാണ്. He is an extraordinary spirit. യേശു അസാധാരണ യേശുവാണ്. Jesus Christ is extraordinary. നമ്മൾ വായിക്കുന്ന, പഠിക്കുന്ന, കേൾക്കുന്ന വചനം ഒരു സാധാരണ വചനമല്ല. What we are hearing, what we are reading, what we are studying is not an ordinary word. അത് അയച്ചു വിടുവിക്കുന്ന വചനമാണ്. This is a word that can deliver. ഏത് കല്ലുപോലുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ ഒരുക്കാൻ പവറുള്ള വചനമാണ്. This word has the power to melt even a stone-hearted heart, to make them like a wax. പാറയെ തകർക്കുന്ന ചുറ്റിക പോലുള്ള വചനമാണ്. It's like a hammer that can break a rock.
ഇത്ര വലിയ ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ചൊരു തലമുറയാണ് നമ്മൾ. Oh, we are a generation. We have received the privilege to serve such a great God. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറ. I believe that you are the most blessed generation on planet Earth. ഈ ഭൂമിയിൽ എന്തെങ്കിലും സാമ്പത്തികമുള്ളവരല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറ. ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ ഏറ്റവും വലിയ ഭാഗ്യമുള്ള തലമുറ. It is not the financially rich people who are the blessed generation, but you are the blessed generation. You have received the privilege to be in the presence of the Lord and worship the Lord. വളരെ ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാം. Let us turn our careful attention to the scriptures. ഞാൻ ഇവിടെ വന്നപ്പോഴും അറിയുന്ന ട്രാൻസ്ലേഷൻ ഉണ്ട്. ഞാൻ ഭാഷ ചോദിച്ചു ഇംഗ്ലീഷാണോ മലയാളമാണോ whatever. Only after coming here I came to know that we have translation today. And അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസനാണ് ട്രാൻസ്ലേഷൻ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. 2 Corinthians chapter 3 verse 5. 2 കൊരിന്ത്യർ 3:5 പറയുന്നു. ഒരാൾ വായിച്ചേട്ടെ. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. Not that we are sufficient in ourselves to claim anything as coming from us, but our sufficiency is from God. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നുള്ള ഒരു വിഷയമാണ് 3-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. When we read the chapter 3, ministers of the new covenant is the subject discussed there. ഇന്ന് സഭയ്ക്ക് ഞാൻ ഈ വിഷയം പറയുമ്പോൾ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് മറ്റൊരു പെർസ്പെക്റ്റീവിൽ ഈ വിഷയം ഒന്ന് പ്രസന്റ് ചെയ്യാനാണ്. When I share this subject with the church, my duty is to present it in a different perspective. ചില ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രാപ്തിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പല ട്രാൻസ്ലേഷനിൽ പല വാക്കുകളാണ്. Various translations use various words for that word ability. ചിലയിടത്ത് adequacy എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ചിലയിടത്ത് sufficiency എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ചിലയിടത്ത് qualification എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ചിലയിടത്ത് credentials എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. So various terms are being used: sufficiency, adequacy, qualifications, credentials. ഞാൻ ലാസ്റ്റ് വാക്കാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്നത്. The credentials that we have is from God. The last word, I like it the most. Credentials that we have is from God. കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുന്നു, The servant of God, Saint Paul says, ഞങ്ങളിൽ നിന്നും സ്വന്തമായിട്ട് എന്തെങ്കിലും വന്നെന്ന് ഞങ്ങൾ പറയുന്നില്ല. we do not claim that anything came from us of our own. ക്രെഡൻഷ്യൽ വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. Our credentials came from the Lord. അത് ദൈവത്തിന്റെ ദാനമായി കിട്ടിയതാ. And this is a gift that we receive from the Lord. ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങളെ കർത്താവിന് വേണ്ടി എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു തലമുറയാക്കി മാറ്റുന്ന 3 ക്രെഡൻഷ്യലുകളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. I want to introduce to you 3 credentials that will make you an extraordinary generation for the ദൈവം Lord. നമ്മളെ വിളിച്ചത് കർത്താവിന് വേണ്ടി അസാധാരണ കാര്യങ്ങൾ ചെയ്യാനാണ്. God has called you to do extraordinary things for the Lord. ശക്തിയോടെ നിന്ന് ദൈവത്തിന്റെ വചനം പറയാനാണ്. The Lord has called you to powerfully proclaim the word of ചർച്ചിൽ God. വന്ന് ആരാധിച്ചത് കൊണ്ട് മാത്രം കർത്താവിന്റെ പർപ്പസ് നിറവേറുന്നില്ല. The purpose of the Lord is not fulfilled just because you came to the church and worshipped. ഒരു സഭ എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആകണമെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. If a church has to be complete, 3 things should happen. നിങ്ങളെ തന്നെ സഭയെന്ന് വിളിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. If you want to call yourself a church, 3 things should happen. എക്ലേഷ്യ എന്ന വാക്കൊരു വെർബൽ മീനിങ് ആണ്, അതൊരു ക്രിയാപദമാണ്. When we speak about ecclesia, it's a verb, meaning is a verb. 3 കാര്യങ്ങൾ നടന്നെങ്കിലേ സഭയ്ക്ക് അതിന്റെ മീനിങ് അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. Only if 3 things happen, the meaning for the word church is complete. ഒന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹം ദൈവത്തെ ആരാധിക്കണം. One is that the set apart group should worship the Lord. കർത്താവിന് തക്കതായ മഹത്വം കൊടുക്കണം. You have to give glory and that is due unto the Lord. 2, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയും
അതിന് സംബന്ധമായ കാര്യങ്ങൾ, ശുശ്രൂഷകൾ അകത്ത് നടക്കണം. The next thing is that there should be a fellowship of saints and the ministry of that inside the church. 3 ആത്മാക്കളെ നേടുന്ന ഔട്ട്റീച്ച് മിനിസ്ട്രി സംഭവിക്കണം. Thirdly, you must do outreach ministry to earn souls for the kingdom. ഇംഗ്ലീഷിൽ 3 വാക്ക് ഉപയോഗിക്കുന്ന അപ്രീച്ചിങ്, ഇൻറീച്ചിങ്, ഔട്ട്റീച്ചിങ്. Preaching, in-reaching and outreaching. ഈ 3 കാര്യങ്ങൾ ചേർന്നെങ്കിൽ മാത്രമേ ചർച്ച്, എക്ലേഷ്യ എന്ന വാക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. Only if we have these 3 aspects, then only the church can be completed to say it's an ecclesia. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ഈ രാജ്യത്തെ യേശുവിന് വേണ്ടി നേടാനാ. The Lord has brought us here to earn this land for Lord Jesus. ഇവിടുത്തെ പുട്ടും പഴവും കഴിച്ച് ഉറങ്ങിപ്പോകാനല്ല, നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ദൗത്യമുണ്ട്. The Lord has not brought us here to eat the food and the drink and sleep. The Lord has put a duty upon എത്ര us. പേർക്ക് ഉറപ്പുണ്ട് എന്റെ മേൽ ഒരു നിയോഗം തന്ന ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നേ? How many of us believe that there is a divine assignment upon me and the Lord has sent me here? ആത്മനിയോഗം പ്രാപിച്ച കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise the Lord for those families who have received the spiritual assignment. ആത്മനിയോഗമുള്ള സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി ദൈവത്തെ I സ്തുതിക്കുന്നു. praise the Lord for the brothers and sisters who has the spiritual assignment upon you. ഹല്ലേലൂയ. Hallelujah. ആമേൻ, ആമേൻ. സ്വന്തമായി വിളിച്ചു പറ, ഞാൻ സാധാരണ വ്യക്തിയല്ല, അസാധാരണ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവവേദനാ ഞാൻ. You say this to yourself that I'm not an ordinary person. I am called for to serve extraordinarily. ദൈവത്തിന്റെ നാവായി മാറാൻ, ദൈവത്തിന്റെ കരമായി മാറാൻ, പരിശുദ്ധാത്മാവിന്റെ വാഹിയായി മാറാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. To become the voice of the Lord, to become the hand of the Lord, to become the carrier of the Holy Spirit. The Lord has chosen you. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 3 ക്രെഡൻഷ്യൽസ് മാത്രം ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. To do great things for the Lord, I want to just introduce the 3 credentials that we need. All these 3, ഈ 3 യോഗ്യതാപത്രങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. These 3 qualifications come from the Lord. ഹല്ലേലൂയ. Number 1. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കണം. Luke chapter 1 verse 15, let us read. ലൂക്കോസ് 1:15. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. മതി. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി 3 ക്രെഡൻഷ്യലുകൾ സഭയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. I want to introduce these 3 credentials using the life of John the Baptist as a foundation. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Please pay attention. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, കാലഘട്ടത്തിന് ആവശ്യമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. This is something very important. This is something very important for this season. കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം മിഷൻ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു സീരിയസ് കാര്യമാണ്. It is something that is very serious in the heart of the Lord. The kingdom vision is very important. ഇന്ന് ചർച്ച് നിറഞ്ഞ ആൾക്കാർ ഇരിപ്പുണ്ട്. The church is full this morning. ഇതിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്ന് നിറഞ്ഞ് അഭിഷേക ഓതന്റിക് അനോയിന്റിങ്ങോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ ആയിരക്കണക്കിന് ആൾക്കാരെ യേശുവിന് വേണ്ടി നേടുവാൻ നിമിത്തമാകും. If each one of us, if we are filled with an authentic anointment and walk out, we will be able to earn several thousands for the Lord. ജനറേഷൻ നെക്സ്റ്റ് എന്ന പുസ്തകം എഴുതിയ ജോർജ് ബാർണർ പറയുന്നത് 3/4 of those people who are saved, രക്ഷിക്കപ്പെടുന്ന 75% ആൾക്കാരും രക്ഷിക്കപ്പെടുന്നത്, യേശുവിനെ കണ്ടുമുട്ടുന്നത് 18 വയസ്സിന് മുമ്പാണ്. It is the generation next written by Barner. He says that 3/4 of people come to know the Lord before the age of 18. അവരുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് മുമ്പാണ് ഹല്ലേലൂയ അത്രയും 75% ടോട്ടൽ പോപ്പുലേഷനും യേശുവിനെ അറിഞ്ഞിട്ടുള്ളതെന്ന്. Before their 18th birthday, nearly 3/4 of the people who knew Jesus knew the Lord. ഈ ലോകത്തിലെ പൈശാചിക ശക്തിക്ക് ഒരു പദ്ധതിയുണ്ട്.
The evil forces of this world has a scheme. 18 വയസ്സാകുന്നതിന് മുമ്പേ ഈ തലമുറയെ പൈശാചിക ശക്തിയാലും പാപത്താലും അടിമപ്പെടുത്താൻ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നു. The evil forces are working hard to enslave this generation before they reach the 18th birthday. അങ്ങനെ ഒരു ജനറേഷന്റെ നടുവിലാണ് ദൈവം സഭയെ നിർത്തിയിരിക്കുന്നത്. It is in the midst of such a generation the Lord has set the church. നമ്മുടെ യങ് പീപ്പിൾ 18 വയസ്സാകുന്നതിന് മുമ്പേ പിശാചിന്റെ പിടിയിൽ അകപ്പെടാൻ സഭ സമ്മതിക്കല്ല. The church should not permit our young people to be in the hands of the devil before they reach the age of 18. ഓസ്ട്രേലിയയിൽ ഉള്ള യങ് പീപ്പിൾ മുഴുവനും യേശുവിനെ അറിയണമെന്നുള്ളൊരു ദൗത്യം ഈ സഭ ഏറ്റെടുക്കണം. This church should take up this responsibility that all the young people in Australia should receive Jesus, should know Jesus. Hallelujah. One among every 4 young people in Australia living in depression and mental issues എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലെ കണക്കാ പറയുന്നത്. I'm talking to you the figures in Australia. At least 1 among 4 of the young people in Australia suffer with mental illness. 4 മില്യണോളം യങ്സ്റ്റേഴ്സ് ഡ്രഗിനടിമയാണ്. Around 4 million youngsters are slaves to drugs. ചർച്ച് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. Oh church, we have a responsibility here. പിശാചും ഭൂതശക്തികളും നമ്മുടെ ഇളം തലമുറകളെ അവകാശം പറയുമ്പോൾ ദൈവശക്തി പ്രാപിച്ച ദൈവസഭ യേശുവിന്റെ നാമത്തിൽ അവർ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയാൻ ആമേൻ നമുക്ക് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങാം, കർത്താവിന് വേണ്ടി നിൽക്കാം. Oh, while the devil and the demonic forces take claim for our young generation, the church of God who received the Spirit of God, we must stand up. Hallelujah. Hallelujah. Praise the Lord. നമുക്കിത് കണ്ടിട്ട് വെറുതെ ഇരുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. We cannot sit here quietly and worship when we see the situation. നെയ്ബർഹുഡിലുള്ള ഒരു കൊച്ചിനെ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ട് സന്തോഷത്തോടെ വന്ന് ആരാധിക്കാൻ നിനക്ക് പറ്റത്തില്ല. You cannot see a child in your neighborhood being bonded by the devil. You cannot come here and worship happily. Church, നീ ഒരു പ്രത്യേക അഭിഷേകം ഏറ്റെടുക്കണം. Oh church, you have to receive a special anointing. ഒരു അഡ്ജസ്റ്റ്മെന്റ് അഭിഷേകത്തിൽ പോയാൽ ശരിയാകത്തില്ല. You cannot go in and adjust your anointing. ഈ സഭ വ്യത്യസ്തമായിരിക്കണം. You have to be, this church has to be distinct. Calvary Church will be a different, a unique church. Hallelujah, praise the Lord. ഈ സഭ വ്യത്യസ്തമായ യേശുവിന് വേണ്ടി നിൽക്കും. Oh, this church will stand very distinct for Christ. ഈ സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ദൈവശക്തിയാൽ പിടിക്കപ്പെടും. Oh, even the young children in this church will be caught by the Spirit of the Lord. ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ വരെ ദൈവിക അഭിഷേകം വ്യാപരിക്കും. The Lord will empower the young children here. ഈ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വരെ ദൈവം ഉപയോഗിക്കുന്ന ഒരു സീസണായി മാറട്ടെ. This will become a season when the young children are going to be used in their school. പാസ്റ്റർമാരുടെ കരങ്ങൾ വെക്കുമ്പോൾ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വിദ്യാഭ്യാസം നടക്കുന്ന സ്കൂളുകളിൽ പോലും ദൈവിക വിടുതൽ നടക്കണം. Oh, not just when pastors are going to lay hands, when these young children are going to raise their hands and when they are going to pray in their schools, there shall be a great deliverance. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഈ സഭയിൽ, അങ്ങനെ ദൈവത്തിന് വേണ്ടി പാഷൻ ഉള്ളവർ ഈ സഭയിൽ എഴുന്നേൽക്കണം. Oh, let such children who have a passion for the Lord arise in this church. Hallelujah. 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 D.L. Moody ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ദൈവസ്നേഹം തേങ്ങിക്കരഞ്ഞു. തന്റെ ഫ്രണ്ട് ഹെൻറി വോളി പറഞ്ഞ പവർഫുൾ വാക്ക് അദ്ദേഹത്തെ സ്പാർക്ക് ചെയ്തപ്പോൾ D.L. Moody പറഞ്ഞു, ഹെൻറി വോളി എന്താ പറഞ്ഞെന്നറിയാമോ? The world is set to see how powerfully God will do with a person who is totally dedicated to him. Hallelujah. D.L. Moodyയുടെ ഫ്രണ്ട് പറഞ്ഞതാ. ഇത് കേട്ട D.L. Moodyക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ദൈവസന്നിധിയിൽ ചെന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ കൂട്ടുകാരൻ ഹെൻറി വോളി പറഞ്ഞ വ്യക്തി ഞാനാകാൻ ആഗ്രഹിക്കുന്നു. എന്നിലൂടെ ലോകം ദൈവശക്തി കാണട്ടെ. Hallelujah. When D.L. Moody heard this voice, he went to the Lord and wept and said, this friend of mine, he wants to see as he wants to
see something that happened to me. Let me see that the world may receive അദ്ദേഹം this. പാഷനേറ്റ്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേക ദിവസങ്ങൾ മാസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു നാൾ സർവശക്തനായ ദൈവം D.L. മൂഡിയെ കരങ്ങളിലെടുത്തു. And when D.L. Moody passionately prayed, earnestly prayed, fasted and prayed, one day the Lord took D.L. Moody in his hands. 3 ഭൂഖണ്ഡങ്ങളെ ദൈവശക്തിയാൽ പിടിച്ചു കുലുക്കുവാൻ ഈ കർത്തദാസനെ ദൈവം അധികാരപ്പെടുത്തി. The Lord empowered this servant of the Lord to shake 3 continents with the power of the Lord. യാതൊരു യോഗ്യതയും പറയാനില്ലായിരുന്ന ഷൂ മേക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഈ ദൈവദാസനെ ദൈവം ശക്തമായി ലോകത്തിൽ ഉപയോഗിച്ചു. There was no great eligibility to speak about himself. He came from a shoemaker's background, but the Lord used him abundantly. ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ 3 ക്രെഡൻഷ്യലുകൾ പ്രാപിക്കണം. നമ്പർ 1 നമ്മൾ വായിച്ചു ലൂക്കോസ് 1:15. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഒന്നാമത്തെ ക്രെഡൻഷ്യൽ. So first credentials that the Lord wants you, if you want to be used powerfully, is the power of the Holy Spirit that we read in Luke 1:15. യോഹന്നാൻ സ്നാപകനോട് അന്നത്തെ ആൾക്കാർ ചോദിച്ചു, നീ ക്രിസ്തുവാണോ? The people of that time asked John the Baptist, are you the Christ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. John said, I'm not നീ Christ. ഏലിയാവാണോ? Are you Elijah? അല്ല. No. പിന്നെ നീ ആരാ? Then who are you? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഒരു ശബ്ദം മാത്രമാ. He said, I'm just a voice. A voice in the wilderness. മരുഭൂമിയിലെ ഒരു ശബ്ദം മാത്രമാ. I am a voice in the wilderness. Hallelujah. Hallelujah. യോഹന്നാന്റെ അധികാരത്തെയും അവന്റെ ശുശ്രൂഷയും ജനം ചോദ്യം ചെയ്തുകൊണ്ട്, നിനക്ക് ഈ അധികാരം ആര് തന്നു? നീ ക്രിസ്തുവാണോ? നീ യെരമ്യാവാണോ? നീ ഏലിയാവാണോ? നീ പ്രവാചകനാണോ എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാൻ വെറും ഒരു ശബ്ദം മാത്രം. Oh, when John the Baptist's authority and ministry was questioned by the people when they asked him, are you Christ? Are you Elijah? Are you the prophet? He replied that, no, I am a voice in the wilderness. ലൂക്കോസ് 1:15 പറയുന്നു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ ആത്മാവിൽ നിറയവനാപ്പെട്ടു. Luke 1:15 says that John the Baptist was filled with the Holy Spirit right in his mother's അമ്മയുടെ womb. ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിന്റെ നിറവ് അദ്ദേഹം അനുഭവിച്ചു. He experienced the filling of the Spirit right in the mother's womb. Praise the Lord. Hallelujah. എവിടെ വെച്ചു അഭിഷേകം ദൈവത്തിന് ചെയ്യാം. Hallelujah. Anywhere the Lord can anoint അമ്മയുടെ you. ഗർഭത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിച്ചവനാ യോഹന്നാൻ. Oh, John received the anointing right in his mother's അഭിഷേകം womb. പ്രാപിക്കാൻ 16 വയസ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. You don't need to turn 16 to receive the anointment of the Lord. അഭിഷേകം പ്രാപിക്കാൻ 21 വയസ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. You don't need to turn 21 to receive an anointing from the Lord. അയ്യോ, അവൻ കൊച്ചു കുഞ്ഞ ഒന്നും അറിയത്തില്ല, അവൻ കുറച്ച് കഴിയുമ്പം പ്രാർത്ഥിച്ചു പ്രാപിച്ചോളും എന്ന് പറയേണ്ട കാര്യമില്ല. No need to say that he's just a little lad, he doesn't know anything, after some time he will receive it. No. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിച്ച ചരിത്രം വേദപുസ്തകത്തിലുണ്ടെങ്കിൽ നിന്നെ ഏത് പ്രായത്തിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ നിറയ്ക്കാൻ സാധിക്കും. If there is a history of John in the Holy Scripture that he was anointed right from his mother's womb, then at any age the Lord can anoint you. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നതിൽ സ്ട്രഗിൾ ചെയ്യുക. Nowadays our children are struggling to receive the anointing from the നമ്മൾ Lord. ഒരുപാട് എന്താ പറയുന്നേ, അതിനുവേണ്ടി ഒരുപാട് എക്സ്ക്യൂസസ് പറയാറുണ്ട്. And we give many excuses. അവൻ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പ്രാപിച്ചോളും. As adults say that, they will, after some time they will study about it, then they will receive it. കഴിവില്ലാഞ്ഞിട്ടാണോ കൊച്ചു 2ാമത്തെ വയസ്സ് തൊട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? Is it that they are not able? You can see them how talented they are. They can use the smartphones from the age of 2. അപ്പൻ അറിയാത്ത മിഷൻ കൈകാര്യം ചെയ്യാൻ കൊച്ചു 3 വയസ്സുകാരൻ അറിയാം. A 3-year-old knows how to handle a machine which the father don't know how to ഈ handle. അപ്പം പറയാ കുഞ്ഞിനൊന്നും അറിയത്തില്ല, കുറച്ചുകൂടെ കഴിയട്ടെന്ന്. And this father is telling this kid, he is innocent, he doesn't understand. ആക്ച്വലി അറിയാൻ വയ്യാത്ത അപ്പനാണ്. Actually it is the father who is ignorant. ഹല്ലേലൂയ. Amen. ഇതൊരു പൈശാചിക തന്ത്രമല്ലേ? Oh, this is a devil's scheme. നിന്റെ കുടുംബത്തിലെ പിഞ്ചു തലമുറകളെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മസാന്നിധ്യത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റുന്നത് ഒരു തന്ത്രമല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ കുടുംബത്തിൽ ജനിച്ചു വീഴുമ്പം തന്നെ നിന്റെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടട്ടെ.
It is the evil one scheme that denies the presence of the Lord from your young children. I want to tell you this, even as your child is born, let him be filled with the Spirit. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നത് ഗ്രീൻ ചെയ്യുന്നവർക്കായി സ്തോത്രം. Oh, let us dream that our little children are going to be filled in the Spirit and they are going to worship the Lord in the truth and spirit and tongues. കർത്താവിന്റെ വചനം പറയും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന തലമുറയായത്. The word of God says that your sons and daughters will prophesy in this generation. ഈ ലോകം ഭരിക്കുന്നത് മൂന്ന് ശക്തികളാണ്. There are three forces that are governing this world. ലോകം പറയുന്നത് three powers എന്നാണ്. There are three powers that are governing the world. ഒന്ന് മീഡിയ. One, media. ലോകത്തിലെ 4.8 ബില്യൺ ആൾക്കാരുടെ ഇടയിൽ മീഡിയയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. The media has influence over 4.8 billion people in the world. ടോട്ടൽ പോപ്പുലേഷൻ 8.2 ബില്യൺ ആണ് ലോകത്തിൽ. The total population of the world is 8.2 billion. അതിൽ 4.8 ബില്യൺ ആൾക്കാരുടെ ഇടയിൽ മീഡിയയ്ക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. Over 4.8 billion people, the media has a direct influence. കോവിഡ് എന്നുള്ള നെയിം പോലും വേൾഡിൽ വിത്തിൻ ഷോർട്ട് ടൈമിൽ ഫേമസ് ആകാൻ കാരണം മീഡിയ ആണ്. It is കോവിഡ് എന്ന പേര് പോലും ഫേമസ് ആക്കിയത് മീഡിയ ആണ്. It was the media that made this term COVID famous in the world. അന്ന് ലോകം പറയുന്നു മീഡിയ ഈസ് വൺ ഓഫ് ദ പവർഫുൾ തിങ് ഇൻ ദ വേൾഡ്. The world tells that media is one of the powerful things here. രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ലോകം വിളിക്കുന്നത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. The next second power which the world identifies is information technology. IT യെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 19 മില്യൺ 19 ബില്യൺ ഹല്ലേലൂയ എന്താ പറയുന്നത് ഉപകരണങ്ങൾ IT-യുമായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി കണക്ഷൻ ഉള്ള ഉപകരണങ്ങൾ ഭൂമിയിലുണ്ട്. The IT is written around 90 billion instruments or equipments in the world is connected with information technology. അത് 30 ബില്യൺ ആകുമെന്ന് പറയുന്നു. And it will become 30 billion equipments in the world will be connected ഇൻഫർമേഷൻ ടെക്നോളജിയുമായി കണക്ട് ആകുന്ന ഏത് ചെറിയ ഉപകരണമാകട്ടെ അതിന്റെ നമ്പർ പറഞ്ഞേ. Whether it is small or big equipment, whatever connects with information technology, it's 19 billion now, it's going to be 30 billion. ലോകം IT-യെ വിളിക്കുന്നത് ഈ ലോകത്തിലെ one of the powers എന്നാ. The world calls information technology as one of the powers in the world. മൂന്നാമത്തെ പവർ ബാങ്കിംഗ് ആണ്, ഫൈനാൻസ്. The third power is finance. ഈ മൂന്ന് ശക്തികളാ ഇന്ന് ലോകം ഭരിക്കുന്നേ. And it is these three forces that is governing the world today. മിലിറ്ററി ഫോഴ്സും ഇന്ന് ട്രേഡ് വാറൊക്കെ നടക്കുന്നു. എന്നാൽ ബേസിക്കലി ഈ ത്രീ പവേഴ്സ് ആണ് ലോകം ഭരിക്കുന്നതെന്ന് ലോകം പറയുന്നത്. Even though there is military force, but the world says that it is these three powers that truly governs the world. ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും അധികാരങ്ങളും ഈ മൂന്നിന്റെയും മുമ്പിൽ തലകുനിക്കുന്നവരാ. Every other authority in this world is now bowing down before these three forces. എന്നാൽ ഇന്ന് പകൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ശക്തി മീഡിയയുടെ ശക്തിയല്ല, IT-യുടെ ശക്തിയല്ല, ബാങ്കിങ്ങിന്റെ ശക്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയത്രേ. But this day the Bible is introducing to us the power. It's not media, it's not the IT, it's not banking, it's the power of the Holy Spirit. സാക്ഷ്യം വഹിക്കാൻ യേശു പഠിപ്പിച്ചത് IT-യുടെ ശക്തി ഉപയോഗിക്കണമെന്നല്ല, മീഡിയ ശക്തി ഉപയോഗിക്കണമെന്നല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ എന്റെ സാക്ഷികളാകും. To be a witness, the Lord Jesus did not tell us to receive power from the media or IT or from finances. Rather, He told us that you will be my witnesses because you will be clothed on from power from high. ആത്മാക്കളെ നേടാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ചർച്ചകൾ ഇന്ന് മീഡിയയും IT-യും ആശ്രയിച്ചുകൊണ്ടിരിക്കുക. Oh, those churches who do not have the power of the Holy Spirit, they are seeking the help of media and IT to earn souls. അവര് നെറ്റ്വർക്കിൽ വിശ്വസിക്കുന്നവരാ. They are believing in networks. അവര് നെറ്റിലും നെറ്റ്വർക്കിലും ഒക്കെ വിശ്വസിക്കുന്നവരാ. They are believing in net and networks.
പക്ഷെ കർത്താവ് അന്നും പറഞ്ഞു ഇന്നും പറയുന്നു, ഒറ്റ കാര്യത്തിലെ നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി ദൈവാത്മാവിന്റെ ശക്തി അത്രേ. Hallelujah. The Lord said then and now, it is not through anything else. The power with which you can turn the world upside down is the power of the Holy Spirit. നിന്റെ ഐഡിയ ഇവിടെ വർക്കാകത്തില്ല, നിന്റെ ഇൻഫർമേഷൻ ഇവിടെ വർക്കാകത്തില്ല, നിന്റെ മണി പവർ ഇവിടെ വർക്കാകത്തില്ല, നിന്റെ ടാലന്റ് ഇവിടെ വർക്കാകത്തില്ല. സഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തി. Your idea will not work here, your information will not work here, your talent will not work here, your money will not work here. What the church requires is the power of the Holy Spirit. ഈ മൂന്ന് ശക്തികളെ ഒഴിവാക്കാൻ പുതിയ തലമുറയ്ക്ക് പറ്റത്തില്ല, നമുക്കൊന്നും പറ്റത്തില്ല. Now the new generation cannot escape these three ഗവൺമെന്റും forces. അധികാരങ്ങളും ഈ ലോകത്തിലെ സകല ശക്തികളും മിലിറ്ററി പവറും സെക്യൂരിറ്റി സിസ്റ്റവും കുമ്പിടുന്നത് ഈ മൂന്ന് ശക്തിയുടെ മുമ്പിലാണ്. The entire authority of governments of the world, military power, security system, they all bow down before these three forces. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന സഭ വ്യത്യസ്തമായി ചിന്തിക്കാനാ. But the Lord wants the church to think differently. നിനക്ക് വലിയ കഴിവ് കാണത്തില്ല, You may not be having a great ability of your own. മീഡിയ ഇൻഫ്ലുവൻസ് കാണത്തില്ല, You may not have media influence. നിനക്ക് സാമ്പത്തിക ഇൻഫ്ലുവൻസ് കാണത്തില്ല, You may not be having financial influence. You ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്ലുവൻസ് കാണത്തില്ല. may not be having influence of IT. എന്നാൽ ആത്മശക്തിയുള്ളവനെ ദൈവത്തിന് ആവശ്യമാണ്. But God wants the one with the power of the Spirit. ഈ ലോകത്തിന് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവനെയാ. The world needs today people who are filled with the power of the Holy Spirit. ആരാധിക്കുന്ന ചെറുപ്പക്കാരോട് കുഞ്ഞുങ്ങളോട് യേശുവിന്റെ നാമത്തിൽ ദൈവദാസൻ അധികാരത്തോടെ പറയുകയാ, ഹല്ലേലൂയ മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ട ഒരു വലിയ സീരിയസ് ആഗ്രഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. Oh, to the young people, to the young children here, as a servant of the Lord, I want to tell you that you must have a great desire to receive the power of the Holy Spirit. പണ്ട് ബൈബിൾ കോളേജിൽ ചേരണമെങ്കിൽ യോഗ്യത അഭിഷേകം പ്രാപിക്കണം. In the olden days, if you wanted to join a Bible college, the eligibility was that you must have been anointed. ഒരു പുതിയ ദൈവവേദന സഭയ്ക്കകത്ത് വന്നാൽ അവൻ അഭിഷേകത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പ് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. Oh, there were tarrying meetings when a new child of God comes inside the church. They used to wait, tarry to receive the anointing. ഈ ഡോറ് തുറന്ന് അകത്ത് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ സഭയ്ക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാണ്. Oh, these children who are coming inside these doors, they are the children whom the Lord has given for this church. ഈ സഭയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. This church has a duty. ഇതിലേക്ക് വാക്ക് ഇൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചിരിക്കണം. Every single person who is walking inside should receive the power of the Spirit of God. കാഴ്ചപ്പാടുകളെ മാറ്റുന്നത് ദൈവശക്തിയാ. It is the Spirit of God who change your viewpoint. നിന്റെ പ്രയോറിറ്റി മാറും, നിന്റെ ചോയ്സസ് മാറും, നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും, നിന്റെ വാക്കിംഗ് സ്റ്റൈൽ മാറും, നിന്റെ ടോക്കിംഗ് സ്റ്റൈൽ മാറും, ആരാധന രീതി മാറും. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ Your viewpoint changes, your priority changes, your choices changes, your lifestyle changes, your walking style changes, your worship changes when you receive the power of the Holy Spirit. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മശക്തിക്ക് വേണ്ടി കൊതിക്കുന്ന കരയുന്ന ഒരു കൂട്ടം തലമുറകൾ ഈ സഭയിൽ എഴുന്നേൽക്കട്ടെ. In the name of the Lord, it is my great wish that there a generation shall rise where the young people will desire greatly for the power of the Holy Spirit. ആത്മശക്തി പ്രാപിക്കാൻ എന്ത് ചെയ്യണം പാസ്റ്റർ? What should we do, Pastor, to receive the power of the Holy Spirit? കാത്തിരിക്കണം. The Lord Jesus told us that you tarry, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. you must wait in the presence of the Lord. പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കണം. You must prayerfully wait. അഭിഷേകത്തെ കുറിച്ച് സംസാരിക്കണം. We must talk about the anointing. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കണം. We must talk about the Holy Spirit. ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ദാഹത്തോടിരിക്കണം. We must keep waiting in the presence of the Lord. നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന തലമുറകൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ആമേനാമി ചോയ്സസും പ്രയോറിറ്റീസും മാറി deer panteth for the waters എന്ന് വചനം പറയുന്ന പോലെ നിന്റെ കുഞ്ഞുങ്ങൾ ദൈവാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു നിലയിലേക്ക് നിന്റെ കുടുംബത്തിൽ വെച്ച് തന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. If you are children in your family,
they are hungry and thirsty for the Holy Spirit, their choices will change, their priority will change, and we will have a generation according to the word, as the deer panteth for the water, such a generation waiting for the Holy Spirit will see. ഇന്നൊരു പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആരാധനാ രീതികളും പ്രസംഗ രീതികളുമൊക്കെ ഇന്ന് നമ്മുടെ കേരള മണ്ണിൽ പോലും ജനിച്ചിട്ടുണ്ട്. Even in Kerala now they have new styles of worship, new styles of preaching, new styles of ministry. അന്യോന്യം കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന പരസ്യമായി കർത്താവിന്റെ നാമത്തെ പോലും നിന്ദിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്ന പ്രസംഗവേദിയായി മാറുമ്പോൾ ഒരു കൂട്ടം തലമുറകളെ കൊന്നുകളയുന്ന അക്ഷരത്തിന്റെ വാക്കുകൾ ഒരു കൂട്ടം തലമുറയെ കൊന്നുകളയുമ്പോൾ കാൽവരി പെന്തക്കോസ്ത് ചർച്ചിനോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഇവിടുത്തെ യുവതലമുറകൾക്ക് ജീവൻ വെക്കുന്ന ഒരു ശുശ്രൂഷ. Even as pulpits are used to criticize others, to mock others, to downgrade others, and because of that, when the young people are they are discouraged, they are lost, they are in fact being killed in their spirit. When this happens, we pray that Calvary Pentecostal Church will have a different calling for the young people of this place. മറ്റൊരു സഭയെ പോലെ ഒരുമിച്ച് കൂടി വന്ന് നമുക്ക് ആരാധിക്കാമെന്ന ഒരു മിഷൻ പ്ലാനോട് കൂടെ വരല്ലേ. We should not come with a plan to just come and worship like other churches. ചർച്ച് ഒരുമിച്ച് പറയണം, we will be different. When we come together as a church, we have to be different. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടം. How many of us can boldly say that we will be different? കാൽവരിയിൽ വരുന്ന കുഞ്ഞുങ്ങൾ വരെയും അഭിഷേകം പ്രാപിച്ചവരാണെന്ന് പ്രശംസയോടെ പറയാനുള്ള ഒരു തന്റെ ഇടം. How can we be proudly able to say that even the children who are in Calvary, they have received the anointing of the Lord? ഇവിടെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളിൽ, ഇവിടെ ആരാധിക്കുന്ന സഹോദരങ്ങളിൽ മറ്റൊന്നുമില്ലാത്തൊരു ദൈവകൃപയുണ്ടെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ഈ സഭ മാറണം. Oh, this church should be able to reach that position where even outsiders will be able to witness and say that the people who worship here are different, including the young people. ദൈവസഭയെ പരിശുദ്ധാത്മാവിന്റെ ഓതന്റിക്ക് പവർ ഭരിക്കട്ടെ. Oh, let the power of the Holy Spirit manifest here. പണത്തിന്റെ പവർ അല്ല, Not the money power, ജഡത്തിന്റെ ശക്തിയല്ല, not the strength of the flesh. മനുഷ്യന്റെ ഐഡിയോളജി അല്ല, It's not ideology of man. മനുഷ്യന്റെ ആദർശങ്ങളല്ല, It is not attractions of the principles of man. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സഭയെ ഭരിക്കട്ടെ. Let the power of the Holy Spirit govern this church. ഹല്ലേലൂയ. Amen. ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവാത്മാവിന്റെ ശക്തി ഭരിക്കട്ടെ. Oh, may the Holy Spirit govern every single child here. എന്താണ് നിന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത്? What makes you extraordinary? ഏത് യോഗ്യതയാണ് നിന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത്? What is the eligibility that makes you extraordinary? നിന്റെ ടൈറ്റിൽ അല്ല, It's not your title. നിന്റെ ഡിഗ്രി അല്ല, It's not your നിന്റെ degree. പ്രൊഫഷൻ അല്ല, It's not your നീ profession. ഉണ്ടാക്കുന്ന ശമ്പളത്തിന്റെ കനമല്ല, It's not the ability, the amount നിന്റെ of അകത്ത് money you ദൈവം പകരുന്ന ആത്മാവിന്റെ വ്യാപാര ശക്തി അത്രേ. It is the power of God that moves in you, that works in you. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കാൽവരി പെന്തക്കോസ്ത് ചർച്ചിന്റെ മേൽ ശക്തിയേറിയ ഒരു അഭിഷേകം, ആത്മശക്തി ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടുകൾ അഴിഞ്ഞ്, ബന്ധനങ്ങൾ അഴിഞ്ഞ്, ഐശ്വര്യ ആധിപത്യങ്ങൾ മാറി യേശുവിനെ ആരാധിക്കുന്ന. As we hear the word of God, let there be a breaking of the bondages of the evil spirit. Let the power of the Lord manifest in this place. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന തലമുറയല്ല, സംശയിക്കുന്ന തലമുറയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന തലമുറ. Oh, the Holy Spirit do not need people who are doubtful. We want people who will worship the Lord Jesus Christ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു. On the day of Pentecost, the Lord poured the Holy Spirit over the 120 people. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ 10 പേരൊക്കെ അന്യഭാഷയിൽ ആരാധിക്കാറുള്ളൂ. Oh, when we are coming together, only 10 of us are probably worshiping in tongues. അതല്ല ബിബ്ലിക്കലായിട്ടുള്ള രീതി. That is not the biblical way. പരിശുദ്ധാത്മ വന്നപ്പോൾ 120 പേരും അന്യഭാഷയിൽ ആരാധിച്ചു. When the Holy Spirit came, all the
120 people, they spoke and worshipped in the അങ്ങനെ spirit. ഒരു കാഴ്ച കാണാൻ ഞാൻ സ്വപ്നം കാണുക. ഈ ഹോളിനകത്തിരിക്കുന്ന എത്ര പേരുണ്ടെങ്കിലും കൊച്ചു കുഞ്ഞാണെങ്കിലും ദൈവാത്മാവ് എന്താണെന്ന് പോലും അറിയാത്ത കൊച്ചു കുഞ്ഞാണെങ്കിലും ഇവിടെ ഇതിനകത്ത് കൊടിയ കാറ്റടിക്കുന്ന പോലെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുമ്പോൾ ഓരോ വ്യക്തികളും ആമേൻ, ആരും ഒരു വ്യക്തി പോലും ലെഫ്റ്റ് ഓവർ ആകത്തില്ല. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. I am seeing this vision that when people of God gathers here without leaving ഒരു even പുതിയ a അഭിഷേകം single വ്യാപരിക്കട്ടെ. child, even the one who do not know of the Holy Spirit, ദൈവ they worship the ശക്തി Lord in ഈ the power of the സഭയിലേക്ക് Holy Spirit. ഇന്ന് പകൽ Like a വ്യാപരിക്കുക. strong wind blows over. Hallelujah. ചില ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കുക. Ibar handala bari khabara gashaga tulaga bagadiga baragas rika tulaga magashaga tulaga നിന്റെ magadiga. നാവുകളെ ദൈവാത്മാവ് ചലിപ്പിക്കുക. നിന്റെ മേൽ ആത്മശക്തി വ്യാപരിക്കുക. ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ആത്മാവിന്റെ ശക്തി. There is a power of the Holy Spirit and he is being manifest here. ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ, ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ, വീട് മുഴുവനും നിറയ്ക്കുന്ന ഒരു കൊടിയ കാറ്റ് പോലെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ As the Holy Spirit came upon those who are not രോഗബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തി, നിന്റെ പൈശാചിക ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന ദൈവശക്തി, പാപക്കെട്ടുകളെ അഴിക്കുന്ന ദൈവശക്തി. bondages of sin, bondages that were erected by the evil one, bondages of sickness that is going to be untwined today, loosened today, broken today by the Spirit of the Lord. Receive it in the name of Jesus. In the name of Jesus. Hallelujah. തടയാൻ പറ്റാത്ത, ഒതുക്കാൻ പറ്റാത്ത, ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന, നിരാശകളെ എടുത്തു മാറ്റുന്ന, സാത്താൻ കൊട്ടി അടച്ച വാതിലുകളെ തുറക്കുന്ന, ദൈവിക വിടുതലുകളെ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സാന്നിധ്യം. Hallelujah. That cannot be suppressed. Hallelujah. Oh Rabagasha, overflowing power. Kandala is manifest here today. Riban handala basigatara argandala gadika varagasya. Nibar handala gashagatula kamagadi kamanagas. Nikar handala gashagatadagas. Hallelujah. ഒരു വലിയ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന, You must be desirous for a great ചർച്ചിന്റെ വർഷിപ്പ് സർവീസ് ഒക്കെ ആ രീതി ഡിസൈൻ ചെയ്തിട്ട് വേണം കയറാൻ. Oh, you must design it likewise when you ഇന്നത്തെ come into ആരാധന നടക്കുമ്പോൾ ചിലർ പുതിയ അഭിഷേകം പ്രാപിക്കണം. whenever you worship, some new people should receive an anointing. നമുക്ക് നല്ല കൃപയുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട് ആരാധനയ്ക്കൊക്കെ. The Lord has given children who have abundant grace upon them. പക്ഷെ അവരോട് ഞാൻ ദൈവാത്മാവിൽ ദൂതായിട്ട് പറയുകയാണ്, I want to tell you in the Spirit, ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് സ്റ്റേജിൽ കയറിയേ. you must pray in the Spirit for days together and then come on to the stage. രാത്രി അവിടെ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ട് വന്ന് സ്റ്റേജിൽ കയറല്ല. Don't come up to the stage having spent the night somewhere else on talking to somewhere else. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കരഞ്ഞിട്ട് വാ. You must sit in the presence of the Lord, wait upon the Lord, weep before the Lord and then come. നിന്റെ മനോഹര ശബ്ദത്തിലല്ല കാര്യം, It is not in your beautiful voice that the matter is. നിന്റെ ഉപകരണത്തെ നീ ചലിപ്പിക്കുന്ന നിന്റെ കയ്യിലല്ല കാര്യം. Not on your fingers that is moving your instruments. വലിയ കൃപയൊന്നുമില്ലെങ്കിലും നീ നാവ് തുറക്കുമ്പോൾ, Even if you don't have great talents, when you open the നിന്നെ mouth, പോലും അത്ഭുതപ്പെടുത്തുന്ന ദൈവശക്തി നമ്മുടെ ആരാധനയിൽ വ്യാപരിക്കും. the power of God which will indeed manifest in our worship. Hallelujah. മ്യൂസിഷ്യൻസ് ശ്രദ്ധിച്ച് കേൾക്കണമേ. Your musicians, please pay attention. നമ്മളൊക്കെ റിഹേഴ്സൽ വർഷിപ്പ് ചെയ്യുന്നവരാ. We do rehearsal before we worship. Get ready for unrehearsal. Unrehearsed worship, for that you get ready. നിനക്ക് നിന്റെ പരിചയത്തിന് അപ്പുറത്തേക്ക് ദൈവം നിയന്ത്രിക്കുന്ന ആരാധന. Beyond your experience, God is going to lead you into worship. നിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ആരാധന. You are going to get a worship which is നിന്റെ not in your പ്ലാനിൽ ഇല്ലാത്ത ആരാധന. It is not in your plan, but yet you will worship. ദൈവത്തിന്റെ മഹത്വത്താൽ നീ പിടിക്കപ്പെടുന്ന ആരാധന. Oh, because of the glory of God, you will be caught by the Spirit of God. പഴയ നിയമത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്,
പഴയ നിയമത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, In the prophecy, one verse written. The Shekinah glory, ദൈവത്തിന്റെ മഹത്വത്തിന്റെ മേഘമാലയം നിറച്ചപ്പോൾ ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും പറ്റാതായി. Oh, when the Shekinah glory of God filled the temple, though priests could not minister anymore. ഞങ്ങൾ അതിനെ ഗ്ലോറി റിലം എന്നാ പറയുന്നേ. That we call it glory envelope. Are you ready to be shifted to the glory realm? Are you ready to shift into the glorious realm? Hallelujah. 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 പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണുനീരോടെ വന്ന് ആരാധന ലീഡ് ചെയ്യുന്ന സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise the Lord for the people of God who come, who pray, who weep in the presence of the Lord, who come with fasting and prayer to lead the worship. നിങ്ങൾ പ്രാർത്ഥിച്ചും പാടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. When you pray and sing, the sick will be healed. ഈ ചർച്ചിലേക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ കൊടുത്ത ആൾക്കാരെ വിളിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ദൈവശക്തി വ്യാപരിക്കുന്ന സഭയിൽ ജനം തിങ്ങിക്കൂടും. Oh, you need not have to give a special invitation and invite people to the church. Wherever the power of the Lord is manifest, automatically people will gather there. The first credential, making someone extraordinary for God, is the power of the Holy Ghost. It is the power of the Holy Spirit that makes us extraordinary. യോഹന്നാന്റെ പവർ മീഡിയ ആയിരുന്നില്ലെന്നേ. It was not media that was a power of IT അല്ല, മറ്റേതെങ്കിലും പവർ അല്ല. not IT, not any other power. യോഹന്നാന്റെ പവർ ഹോളി സ്പിരിറ്റ് ആയിരുന്നു. It was the Holy Spirit that was a power inside John. നെഞ്ചിൽ കൈവച്ച് പറ ദൈവമക്കളെ. Can you keep your hands on your chest and say this? എന്നെ സ്വാധീനിക്കുന്ന ശക്തി മറ്റൊന്നുമല്ല, nothing but Holy Ghost. The power that influences me is nothing else but the Holy Spirit of God. എൻ്റെ ജോലിയാകട്ടെ, എൻ്റെ പേഴ്സണൽ ലൈഫ് ആകട്ടെ, എൻ്റെ ഫാമിലി ലൈഫ് ആകട്ടെ, എൻ്റെ മിനിസ്ട്രി ലൈഫ് ആകട്ടെ, എൻ്റെ സ്പിരിച്വൽ ലൈഫ് ആകട്ടെ, nothing but Holy Ghost. Oh, whether it be my work, whether it's my family life, whether it's my spiritual life, whatever it may be, nothing but the Holy Spirit. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ സ്വാധീനിച്ചാൽ നീ ആളു മാറിയതുപോലെയാകും. If the power of the Holy Spirit influences you, you will be a changed person. Hallelujah. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നു. Without any sleep last night, I am here today. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും എൻ്റെ മുഴുവൻ ശരീരാത്മദേഹങ്ങളെ ഞാൻ കൊടുക്കാറുണ്ട്. Whenever I worship the Lord, whenever I minister, I give my full body and spirit unto it. കഥ പറയാൻ ഞാൻ പുൽപിറ്റ് ഉപയോഗിക്കാറില്ല. I do not use pulpit to say stories. ഈ നാളുകളിൽ ആവശ്യമേറിയ ദൂത് പറയാൻ, These days to give the right counsel from the Lord. അതിനുവേണ്ടി വില കൊടുത്തൊരു സമൂഹമാണ് ഞങ്ങൾ. We are a people who have paid a price for it. ഞങ്ങൾ കടന്നുപോയ പാതകളിലൂടൊന്നും ഒരുമാതിരിപ്പെട്ടവരൊന്നും പോയിട്ടില്ല ഇവിടെയുള്ളവർ. Oh, the people here, many of you may not have gone through the paths through which I have gone through. Hallelujah. Hallelujah. കർത്താവിന്റെ ശക്തി, ആത്മാവിൽ ആത്മശക്തി രുചിച്ചറിഞ്ഞ ഒരു തലമുറയാണ് ഞങ്ങൾ. Oh, we are a generation who have tasted the power of the Holy Spirit. Calvary Pentecostal Church will be a powerful force in Melbourne City. Hallelujah. Calvary Pentecostal Church is going to be a powerful force in Melbourne City. രണ്ടാമത്തെ ക്രെഡൻഷ്യൽ, Second രണ്ടാമത്തെ credential. ക്രെഡൻഷ്യൽ, Second credential. പൗലോസ് പറയുന്നു, ഇത് ഞങ്ങളിൽ നിന്നും വന്നൊന്നും അല്ല, ഞങ്ങളുടെ ക്രെഡൻഷ്യൽസ് ആർ ദ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. Paul says that it is nothing of ourselves, it's from God. ഇന്ന് പലരും പലതും ആകാൻ ശ്രമിക്കുന്ന ഒരാൾക്കാരാ. There are so many people who are trying to become someone. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞല്ലോ, അത് തമാശയല്ല, നടന്ന സംഭവമാണ്. I gave you an example. It's not a joke. It was something that really happened. പലർക്കും പലതുമൊക്കെ ആകാൻ പല ആഗ്രഹമാണ്. So many people want to become someone. എന്നാൽ എന്തായാലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലോ ഒരു ദിവസം പോലും അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല. But if somebody is entrusted with the responsibility, they never complete it as well. ആമേൻ. പലതും സ്റ്റേജിലൊക്കെ വന്ന് ചെയ്യാനും ലീഡ് ചെയ്യാനും ഒക്കെ പലർക്കും ഭയങ്കര ആഗ്രഹമാണ്. Many people are interested in coming up stage and lead. ചില ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് അവസരമില്ലാത്തതുകൊണ്ട് സഭ വരാത്തവരുണ്ട്. And there are people who don't come to church because their children are not given an opportunity. മൈക്രോഫോൺ കൊടുത്താലേ, സ്ഥാനം കൊടുത്താലേ ഞാൻ ഈ ചർച്ചിലുള്ളൂ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട്. There are people who says that if I get a microphone, if only I get a position, then only I'll come to church. എല്ലാവർക്കും കൂടെ അങ്ങനെ കൊടുക്കാതിരുന്നാൽ പിന്നെ പാസ്റ്റർ സഭ വരേണ്ട കാര്യമില്ല. If everyone can be given such a thing, then pastor need not come. കർത്താവും വന്നിട്ട് കാര്യമൊന്നുമില്ല. And the Lord also need not come. അതൊരു പ്രോഗ്രാമായി, ഒരു ക്ലബ് ഹൗസ് ആയി മാറ്റാം. It becomes like a clubhouse.
റിഹേഴ്സൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമല്ല ചർച്ച്. Church is not a place where you rehearse a program. ആരുടെയെങ്കിലും എന്തെങ്കിലുമുള്ള ട്രെയിൻഡ് പ്രോഗ്രാം കാണിച്ച് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്ലേസ് ചർച്ചല്ല. Church is not the place where you come to make a presentation of what you have been trained ചർച്ചിൽ for. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കണം. The church is the place where the Holy Spirit should ചർച്ചിൽ minister. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം മുഴങ്ങണം. Where the voice of the Holy Spirit should roar in this place. ചർച്ചിനകത്ത് വരുന്ന വ്യക്തികൾ അനുതാപത്തിന്റെ കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കണം. Those who come inside the church should, with a repentant heart, with tears, must worship the Lord. ഇന്ന് വചനത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ക്രെഡൻഷ്യൽ നീ പ്രാപിക്കാമെങ്കിൽ ആമേൻ ദൈവം നിന്നെയും ദൈവത്തിനു വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കും. If you are able to receive this credential from the Lord, as I am saying from the word, then God will use you as well. എന്നെ ഉപയോഗിക്കണമേ, എനിക്ക് സ്ഥാനം തരണമേ എന്ന് പറയുന്നതിന് മുമ്പ് നീ കാത്തിരുന്ന് ആത്മശക്തി പ്രാപിച്ചോണം. Before you ask for a position and to be used by the Lord, you must receive the power of the Spirit. ആത്മശക്തി പ്രാപിക്കാതെ സ്വപ്നം പോലും കാണല്ലേ എന്തൊരു അവസരം കിട്ടുമെന്ന്. Without receiving the power of the Spirit, do not even dream that you will get a opportunity. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് മാനദണ്ഡം. The gold standard is the power of the Holy Spirit. അല്ലെങ്കിൽ ജഡമിളകും സഭയ്ക്കകത്ത്. Otherwise flesh will grow inside the church. ദൈവാത്മാവിനെ തടഞ്ഞാൽ ജഡീകന്മാർ ഭരിക്കും. Oh, if you set apart the Holy Spirit, then the fleshly and the carnal will rule. റെവലേഷന് പകരം ഇൻഫർമേഷൻ വരും. Instead of revelation, information will rule. മെസ്സേജിന് പകരം സർമൺ വരും. Instead of message, ആർക്കും സർമൺ വേണേ പ്രിപ്പയർ ചെയ്യാം, പക്ഷെ മെസ്സേജ് കമ്മിങ് ഫ്രം ദ ഹാർട്ട് ഓഫ് ഗോഡ്. anyone can prepare a sermon, but the message comes from the heart of the Lord. ദൈവം നമ്മുടെ മധ്യേ സംസാരിക്കണം. The Lord must speak in our midst. രണ്ടാമത്തെ ക്രെഡൻഷ്യൽ വേഗത്തിൽ പറയാൻ ടൈം മുമ്പോട്ട് പോകുന്നു. Second credentials I want to speak. വായിക്കണം ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അവനെടുത്ത് 1-2 വാക്യങ്ങൾ. Luke chapter 3 verse 1 and 2. തിബിരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുരിയ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാനിയോസ് അഖിലേനയിലും. അടുത്ത വാക്യം. ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായി ഇരിക്കുന്ന കാലം സെക്കറിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഡിഫിക്കൽട്ട് വേഴ്സ് മാത്രം എന്നെ കൊണ്ട് വായിപ്പിച്ചിട്ട് അടുത്ത വാക്യം വായിച്ചു. In the 15th year of the reign of Tiberius Caesar, Pontius Pilate being the governor of Judah, Herod being tetrarch of Galilee, and his brother Philip tetrarch of the region of Iturea and Trachonitis, and Lysanias tetrarch of Abilene, during the high priest of Annas and Caiaphas, the word of God came to John, the son of Zechariah, in the wilderness. ദൈവത്തിന്റെ വചനം, word of God came to John. The word of God came to John. ദൈവത്തിന്റെ വചനം യോഹന്നാൻ ലഭിച്ചു. Oh, John received the word of the Lord. രണ്ടാമത്തെ ക്രെഡൻഷ്യൽ ദൈവത്തിന്റെ വചനമാണ്. The second credential is the word of the Lord. വേദപുസ്തകത്തിൽ യോഹന്നാനെ ദൈവം പരിചയപ്പെടുത്തുന്നത് മരുഭൂമിയിലെ ഒരു ശബ്ദമായിട്ടാണ്. In the Holy Scriptures, God is introducing John as a voice in the wilderness. മലാഖി മുതൽ മത്തായി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഇടക്കാലമുണ്ട്, അതിനെ ഡാർക്കസ്റ്റ് പീരീഡ് ഓഫ് ദ ഹിസ്റ്ററി എന്നാ വിളിക്കുന്നത്. From Malachi to Matthew, there was a period in between which is called the dark period of history. 400-ലധികം വർഷങ്ങളിൽ ദൈവം ആരെ ഉപയോഗിച്ചെന്നോ ദൈവം ആരോടും സംസാരിച്ചെന്നോ ചരിത്രത്തിൽ തെളിവില്ലാത്തത് കൊണ്ട് ദൈവ ശാസ്ത്രജ്ഞന്മാർ അല്ലെ ദൈവദാസന്മാർ തിയോളജിക്കൽ സ്കോളേഴ്സ് വിളിക്കുന്നത് ഡാർക്ക് പീരീഡ് എന്നാണ്. For 400 years there is no evidence of God speaking to anyone in history, and hence the theological scholars call this a dark period of human history. ദൈവം ഒരാളെ അവതരിപ്പിക്കുന്നു. 400 വർഷം നിശബ്ദനായിരിക്കുന്ന ദൈവത്തിന്റെ നിശബ്ദതയെ മാറ്റുന്ന ഒരു ദൈവ ശബ്ദമായി യോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദമായി. 400 years of silence of God is being broken by John becoming the voice of God in the wilderness. ദൈവം നിന്നെ ഒരു ശബ്ദമാക്കാൻ വിളിച്ചിരിക്കുന്നു. God has called you to become a voice. നീ അധമമായതോട് ശുദ്ധമമായത് പ്രസ്താവിച്ചാൽ എന്റെ വായ് പോലെയാകുമെന്ന് യെരമ്യാവോട് ദൈവം അരുളിച്ചെയ്തു. To Jeremiah the Lord declared that if you declare the Holy One, you will become my voice. Hallelujah. Hallelujah. ദൈവം ഇടപെടാത്ത കാലഘട്ടത്തെ ഡാർക്ക് പീരീഡ് എന്ന് വിളിക്കുന്നു. The time when God did not intervene, it's called
Dark period. അന്ധകാര യുഗം. Oh, this was a period of darkness. ദൈവവചനത്തിന്റെ ഇടപെടലില്ലാത്ത, വചനവുമായി ബന്ധമില്ലാത്ത, ദൈവം സംസാരിക്കാത്ത ക്രിസ്തീയ ജീവിതങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നീയും അന്ധകാരത്തിലായിരിക്കുന്നേ. If there is no divine intervention in your life, if the word of God is not speaking to you, even if you call yourself a Christian and sit here, then you are in dark age. ഇന്ന് പകൽ നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണം. Let us examine ourselves this morning. ദൈവം നിന്നോട് ഇടപെട്ടിട്ട് എത്ര നാളായി? How many days since God has engaged with you? ദൈവം വചനത്തിലൂടെ സംസാരിച്ചിട്ട് എത്ര നാളായി? It is how many days since God has spoken to you നീ through His word? വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനിച്ചിട്ട് എത്ര നാളായി? It's how many days since you have sat before the word and meditated? പണ്ട് വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന, കണ്ണുനീരോടെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ അനുതാപവും പ്രാർത്ഥനയും സമർപ്പണവും എവിടെ പോയി? Once you used to tremble before the presence of the Lord, where is your atonement? Where is your surrender? Where is your prayer? ഞായറാഴ്ചയാകുമ്പോൾ വേദപുസ്തകം തപ്പിയെടുത്ത് സഭയിൽ വന്ന് അന്ന് മാത്രം വചനം കേൾക്കുന്ന വ്യക്തിയാണോ നീ ജീവിക്കുന്നത് അന്ധകാരത്തിലാ? Are you a person who seek for a Bible only on a Sunday and come to the church? If you are such a person, you are living in darkness. നിന്റെ ദൈവം ഇടപെടുന്ന ദൈവമാ, ജീവിക്കുന്ന ദൈവമാ. Your God is a God who engages with you. Your God is a living God. ഈ ദൈവത്തെ നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ദൈവം നിന്നെ ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ, നീ അന്ധകാരത്തിലാ ജീവിക്കുന്നേ. If you are unable to hear this God, if this God is not ministering unto you, you are living in darkness. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ വചനം വേണം. Oh dear children of God, we need God's word. ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Oh, the man of God who is able to meditate the word of God day and night is a blessed man. വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം, സ്തോത്രം, ഹല്ലേലൂയ, അവിശ്വസിക്കുന്നവർക്ക്, രക്ഷിക്കപ്പെടാത്തവർക്ക് അത് ഭോഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കോ ദൈവവചനം, ക്രൂശിന്റെ വചനം ദൈവശക്തിയാകുന്നു. The word of God says that the word of the cross, which is foolishness for those who do not believe, this is the power of God for those who believe. എത്ര പേരുടെ ജീവിതത്തിൽ വചനം ദൈവശക്തിയായി മാറിയിട്ടുണ്ട്? For how many of us the word of God has become the power of God? വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാരക രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. Oh, we have seen how dangerous illnesses are being healed by the Lord. ദൈവം വചനം അയച്ചു ജനങ്ങളെ സൗഖ്യമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. We have seen how God is healing people when the word of God is being proclaimed. വചനം കേൾക്കുമ്പോൾ അലറി ഓടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. Oh, we have seen how all the demonic forces run away when the word of God is being proclaimed. മാരക ക്യാൻസർ രോഗങ്ങൾ, ട്യൂമറുകൾ പൊട്ടിപ്പോകുന്നത് വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. We have seen miracles happening. We have seen tumors being broken when the word of God is proclaimed. ഏത് വ്യക്തിയെയും രക്ഷയ്ക്കായി ദൈവശക്തിയായി മാറുന്നത് വചനം മാത്രമാണ്. Oh, it is only through the word of God any man becomes receives salvation through the power of Christ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കണം. Your children must meditate on the word of God day and night. സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വചനം പഠിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൾച്ചർ വാർത്തെടുക്കണം. Oh, you must have a culture that is nourished inside your homes where you study the word of God. വചനവുമായി ഒരു ബന്ധമില്ലാത്തൊരു തലമുറയാ ഇന്നുള്ളത്. Oh, we have a generation who have no connection with the word of God these days. ഇതിനൊരു മാറ്റം വരണം. We must have a change. യോഹന്നാന് ഒറ്റ മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. John had only one message. അത് ദൈവത്തിന്റെ വചനമായിരുന്നു. And that was the word of God. യോഹന്നാന് ഒരു പവറേ ഉണ്ടായിരുന്നുള്ളൂ. John had only one power. അത് ഹോളി സ്പിരിറ്റ് ആയിരുന്നു. And that was the power of the Holy Spirit. യോഹന്നാന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. John had only one message. അത് the word of God ആയിരുന്നു. That was the word of God. എന്താ നിനക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം? What is the message you want to share with the world? സ്ട്രഗിൾ ചെയ്യുന്ന നിന്റെ നെയ്ബർഹുഡിലുള്ള ആൾക്കാർക്ക് നിനക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? What is that you have that you want to give to your neighbors who are struggling? നിന്നെ ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിന്റെ വചനമാണ്. What God has entrusted with you is the word of God. നിന്റെ ജ്ഞാനം ആൾക്കാരെ രക്ഷിക്കത്തില്ല, വചനത്തിനേ ശക്തിയുള്ളൂ. Your knowledge will not save anyone, only the word of God can save. ദൈവത്തിന്റെ വചനം പറയാൻ നിന്റെ നാവുകളെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. May the Lord anoint your tongue to proclaim the word of God.
ഇവിടെ വന്ന് പബ്ലിക്കലി വചനം വായിക്കുന്നതിലല്ല, നിന്റെ പ്രൈവറ്റ് ലൈഫിൽ ദൈവത്തിന്റെ വചനം നിന്റെ നാവിൽ എടുക്കുമ്പോൾ ദൈവം മഹത്വം എടുക്കുന്നേ. Not just when you're reading in public the scriptures, in your private life when you take the word in your mouth, oh, God's name is glorified. So the first credential എന്ന് പറയുന്നത് യോഹന്നാന്റെ പവർ, അത് ഹോളി സ്പിരിറ്റ്. The first credential, the power of John, was Holy Spirit. സെക്കൻഡ് യോഹന്നാന്റെ മെസ്സേജ്, അത് വേർഡ് ഓഫ് ഗോഡ്. Secondly, the message of John was the word of God. മൂന്നാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. Let's read from Matthew chapter 3 verse 1 and 2. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്. യോഹന്നാന്റെ പ്രസംഗം എന്തായിരുന്നു അറിയാമോ? You know what was the sermon of John the Baptist? അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത് സ്വർഗരാജ്യമാ, ദൈവരാജ്യമാ. It was the kingdom of God that he was preaching this. കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ പ്രസംഗിക്കാൻ ആരംഭിക്കുന്നത് യോഹന്നാൻ മുതലാ. It was from John that the kingdom of God was being proclaimed. എപ്പോഴാണോ ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയത്, സാത്താന്യ ശക്തികൾ ഇളകാൻ തുടങ്ങി. From the time the kingdom of God was being proclaimed, the demonic forces started being uprooted. പാട്ട് പാടിയാലൊന്നും കുഴപ്പമില്ല പിശാചിന്. The devil is പാട്ട് വേണ്ടെന്നല്ല, singing a song is just, it doesn't shake the devil. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറയരുത്. But you should not speak anything about kingdom of God. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നുള്ള ഒറ്റ വാക്കേ വിദ്വാൻമാർ ഉച്ചരിച്ചുള്ളൂ. Only one question the wise men wanted to know: where is the king of Jews born? രാജകീയ അധികാരത്തെ തൊടുന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ. Oh, it was only one word that really touched the authority of the king. രാജാവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ ഹെരോദാവിൽ പിശാച് വ്യാപരിച്ചു. Only one word, king, was asked. The one word manifested the devil within. യോഹന്നാന്റെ ശുശ്രൂഷയെ നോക്കി യേശു കർത്താവ് മത്തായി 11-ാം അധ്യായം 11-12 പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ദൈവരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുന്നു. Matthew chapter 11 and 12, the Lord says that from the time of John the Baptist, the kingdom of God is being taken by force. അവിടെ പറയുന്നത്, from the time of John the Baptist, the kingdom of heaven suffers violence. Oh, from the time of John the Baptist, the kingdom of heaven suffers violence. And the violent people take it by force. Oh, hallelujah. അത് രണ്ടർത്ഥമാ. യോഹന്നാൻ സ്നാപകന്റെ കാലത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. From the time of John the Baptist, kingdom of God is being proclaimed. ദൈവരാജ്യം സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കണം. You have to proclaim what is of the kingdom of അപ്പോസ്തലപ്രവൃത്തി God. 1:2 40 നാളോളം പുനരുത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. Acts chapter 1 verse 2, we see that for 40 days the Lord appeared after resurrection to the disciples and proclaimed to them what is concerning the kingdom of God. ദൈവരാജ്യം സംബന്ധിക്കുന്ന മെസ്സേജ്, ദൈവരാജ്യം വിഷയം ഈ ലോകത്തോട് വിളിച്ചു പറയണം. We must declare the message of the kingdom of God to the world. കാരണം കിങ്ഡം ഓഫ് ഗോഡ് എന്നാണോ പ്രസംഗിക്കാൻ തുടങ്ങിയത്, ജാതീയ ശക്തികൾ, മതശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, പൈശാചിക ശക്തികൾ യോഹന്നാനെതിരെ വന്നു. From when the kingdom of God is being proclaimed, from then the political forces, the religious forces, where the demonic forces, they came against John. സ്റ്റോറി പ്രസംഗം നടത്തിയാൽ പിശാചിന് കുഴപ്പമില്ല. The devil is not at all worried if we give a story, share a story. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ പ്രസംഗങ്ങൾ നടത്തിയാൽ പിശാചിന് കുഴപ്പമില്ല. The devil is not at all worried when some opinions are expressed. പണ്ടൊരു ദൈവദാസനെ കുറിച്ച് ഒരു ദൈവദാസൻ ചോദിച്ചപ്പോൾ പുള്ളിയുടെ പ്രസംഗം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. So somebody asked about another servant of God about how his message was. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, according to my opinion he preached his opinion. According to my opinion. Hallelujah. ഇങ്ങനെ പറഞ്ഞു, എന്റെ അഭിപ്രായം അനുസരിച്ച് പുള്ളിയുടെ അഭിപ്രായം പ്രസംഗിക്കുന്ന ആളാണ്. According to my opinion, he preached his opinion. ഇന്നത്തെ പുൽപ്പിട്ട് മുഴുവനും അഭിപ്രായക്കാരാണ്. Oh, there are so many with opinions in the pulpit.
ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്ദേശം എപ്പോൾ പറഞ്ഞാൽ അന്ധകാരത്തിന്റെ ശക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. Oh, whenever you proclaim the message of the God's kingdom, the dark forces cannot remain quiet. യേശു വരാനായി, അവൻ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ വരാൻ പോകുന്നു എന്ന സന്ദേശം സാത്താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. Satan is not interested in this message that Jesus is going to come soon and he's going to establish his kingdom. സമയമില്ലാത്തോടെ ഞാൻ അവിടെ നിർത്തുക. I'm going to close soon. യോഹന്നാൻ സ്നാപകന്റെ മിഷൻ കിങ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു. The kingdom of God was mission for John the Baptist. യോഹന്നാൻ സ്നാപകന്റെ പവർ ഹോളി സ്പിരിറ്റ് ആയിരുന്നു. The power of John the Baptist was the Holy Spirit. യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് വേർഡ് ഓഫ് ഗോഡ് ആയിരുന്നു. The message of John the Baptist was the word of God. യോഹന്നാൻ സ്നാപകന്റെ മിഷൻ കിങ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു. The mission of John the Baptist was kingdom of God. ഈ മൂന്ന് ക്രെഡൻഷ്യലാണ് അദ്ദേഹത്തെ ആമേൻ ദൈവസന്നിധിയിൽ ഉന്നതനാക്കിയത്. These three credentials made him great in the presence of the Lord. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ഗോഡ്. Amen. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥനയോടെ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ As we are prayerfully winding up this message, ഒരു മിഷൻ കോൾ ഈ പുതിയ തലമുറയ്ക്ക് തന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I want to impart a mission call for this new generation and wind up. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. What a ഒരുമിച്ച് വന്ന് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ. പക്ഷേ ദൈവരാജ്യം മറന്നുള്ള, കിങ്ഡം ഓഫ് ഗോഡ് മറന്നുള്ള, പരിശുദ്ധാത്മാവിനെ മറന്നുള്ള, വചനം മറന്നുള്ള, അതിനെ ഇഗ്നോർ ചെയ്തുള്ള ഒരു കൂട്ടായ്മയ്ക്കും ദൈവം മഹത്വം എടുക്കുകയില്ല. What a privilege that we are together to worship the Lord. But God will never be glorified when we forget the kingdom of God, when we forget the Holy Spirit, when we forget the word of God. നമ്മുടെ യുവാക്കളൊക്കെ വലിയ കഴിവുള്ളവരും കൃപയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ട നല്ല വിദ്യാഭ്യാസമുള്ള തലമുറകളെ ദൈവം നമുക്ക് തന്നേക്കുന്നു. The Lord has given us a generation where our young people are very talented. They have abundance of grace and many gifts. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന് വേണ്ടി ചാമ്പ്യൻസ് ആയി മാറാൻ, ദൈവത്തിന് വേണ്ടി ശക്തിയേറിയ പടയാളികളായി മാറാൻ ദൈവം നിങ്ങളെ ഇന്ന് പകൽ വിളിക്കുകയാണ്. Oh, I pray that you will become champions for the Lord. You will become mighty warriors for the Lord, for which the Lord is calling you today. ആമേൻ. എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം. അവന്റെ പേര് ഹെൻറി എന്നാണ്. I know a young man named Henry. അവൻ ശക്തനായ ഒരു ദൈവദാസന്റെ മകനാ. ചെന്നൈയിൽ ജോഷുവ ഡാനിയലിന്റെ മകനാണ് ഹെൻറി. He is Joshua Daniel's son. ഹെൻറി MBA വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ദൈവത്തിന്റെ വിളി ഹെൻറിക്ക് ലഭിച്ചു. അപ്പന്റെ ആഗ്രഹം അവനെ അമേരിക്കയെ വിട്ട് ഒരു നല്ല ഫ്യൂച്ചർ ഫർദർ എഡ്യൂക്കേഷൻ കൊടുത്ത് അവന്റെ ഏക മകൻ അമേരിക്കയിൽ സെറ്റിൽ ആകണമെന്നായിരുന്നു. It was father's desire that after MBA Henry should go to the United States and settle there with a good future. പക്ഷേ ഹെൻറി തന്റെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി, ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് മിഷൻ ഗ്രൗണ്ട് ആയ ബീഹാറിലേക്ക് പോകാൻ ദൈവം എന്നെ വിളിച്ചു. Daddy, when I fasted and prayed, the Lord has called me to go to the most difficult mission ground in India, that's Bihar. ജോഷുവ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, നോ നോ നോ, ഐ വോണ്ട് ലെറ്റ് യു, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കത്തില്ല, നീ അങ്ങോട്ട് പോകണ്ട. Joshua told him, no, I won't let you to go there, don't go there. നീ ഒരു മോനെ എനിക്കുള്ളൂ, എന്റെ സ്വപ്നം എന്ന് പറയുന്നത് നീ അമേരിക്കയിൽ സെറ്റിൽ ആകണമെന്നാ. You are my only son and it's my dream that you settle in അല്ലെങ്കിൽ America. നമുക്ക് വലിയ ഓർഗനൈസേഷൻ ഉണ്ട്, നീ ചെന്നൈയിൽ തന്നെ തുടര്. Otherwise we have a big organization, you can continue in Chennai. പക്ഷേ ഹെൻറി പറഞ്ഞു, ഡാഡി, ഐ ലവ് യു സോ മച്ച്, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു, പക്ഷേ എന്നെ ബീഹാറിലേക്ക് പോകാൻ അനുവദിക്കണം. Oh, Dad, I love you so much, but please let me go to Bihar. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഇങ്ങനെ പറയുന്നത്, ഹെൻറി ബീഹാർ മിഷൻ ഫീൽഡ് തെരഞ്ഞെടുത്തു. And Henry chose the mission field in Bihar. 4 വർഷത്തിന് ശേഷം After 4 years, മലേറിയ എന്ന രോഗത്താൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. he was caught by malaria. ഏതാണ്ട് 15-ലധികം ടൈം അദ്ദേഹത്തിന് മലേറിയ അസുഖങ്ങൾ ആവർത്തിച്ചുണ്ടായി. At least 15 times he had repeated relapses of malaria. വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ അവസാനമായി അദ്ദേഹം അഡ്മിറ്റ് ആകുന്നു. Finally he was admitted in CMC Vellore Hospital. ഇത്ര വലിയ രീതിയിൽ അദ്ദേഹം സഫർ ചെയ്യുന്നത് കൊണ്ട് മെഡിക്കൽ സയൻസ് പറഞ്ഞു, കുറച്ച് മാസങ്ങൾ കൂടിയോ 2-3 മാസങ്ങൾ കൂടിയോ ഹെൻറി ജീവിച്ചിരിക്കത്തുള്ളൂ. Because his suffering was so great, medical science predicted that he will be here surviving for another 2-3 months. പപ്പയും മമ്മിയും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഹെൻറിയുടെ മുമ്പിൽ കണ്ണുനീരോട് പറഞ്ഞു, മോനെ, ഡോക്ടർമാർ പറയുന്നു 3 മാസം കൂടെ നിനക്ക് ലൈഫ് ഉള്ളൂ, അറ്റ്ലീസ്റ്റ് ഈ 3 മാസം നിനക്ക് വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൂടെ.
With tears, his parents came and told him, doctors say you might survive only for 3 months. Can't you come and stay with us for at least those 3 months? You know what Henry said? എന്താണെന്നറിയാമോ ഹെൻറി പറഞ്ഞത്? പപ്പാ, മമ്മി, I love you guys too much. പക്ഷേ 3 മാസം മാത്രമേ എനിക്ക് ഇനിയും ഭൂമി ജീവിക്കാൻ അനുവാദമുള്ളൂ. Let me go back to my mission field. Hallelujah. He said, Papa, Mommy, I love you, Lord. I have only 3 months in this world. Let me go back to my mission field. എനിക്കൊരു വിശ്വാസമുണ്ട്, കാഹളം ധ്വനിക്കുമ്പോൾ പപ്പയും മമ്മിയും അവിടെ കാണാം. I have a full faith that when the trumpet blows, I can see Papa and Mommy there. പക്ഷേ പപ്പ, എനിക്കൊരു ആഗ്രഹമുണ്ട്. But Papa, I have a desire. എനിക്ക് ആ മിഷൻ ഫീൽഡിൽ കടന്നു മരിക്കണം. I want to die in that mission field. You know എന്തിനാണെന്നറിയാമോ? You know why? കാഹളം ധ്വനിക്കുമ്പോൾ When the trumpet blows, എനിക്ക് ദൈവം തന്ന ആത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരോടൊപ്പം എനിക്ക് പറന്നുയരണം. along with the souls that the Lord has given me, when they rise up, I want to fly together with them. ചില മാസങ്ങൾക്ക് ശേഷം ആ മിഷൻ ഗ്രൗണ്ടിൽ ഹെൻറി നിദ്ര പ്രാപിച്ചു. After a few months in that same mission ground, Henry slept. With a great hope, one day when the trumpet sound, he will fly away along with the souls that God gave him in his ministry. Hallelujah. വലിയ പ്രത്യാശയോടെ കാഹളം ധ്വനിക്കുമ്പോൾ തനിക്ക് ദൈവം കൊടുത്ത ആത്മാക്കളോടൊപ്പം താൻ പറന്നുയരും. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിന്നെ ഭരിക്കുന്ന പാഷൻ എന്തുവാ? Oh dear children of God, what governs you? What passion governs you? നമുക്ക് ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും യേശുവിനെ സെർവ് ചെയ്യാൻ ഒരുപക്ഷെ ഫുൾ ടൈം മിഷണറിയായി നീ മാറണമെന്നില്ല. നിന്നെ ദൈവം വിദേശത്ത് കൊണ്ടുവന്നു. കർത്താവേ, ലോക രാജ്യങ്ങളിൽ യേശുവിന്റെ ശബ്ദമായി മാറാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. You may not be a full-time missionary, but you have to submit yourself and say, Lord, I want to become a voice of the ഈ Lord. മെൽബോൺ പട്ടണത്തിൽ ദൈവത്തിന്റെ വക്താവായി സ്പോക്സ് പേഴ്സണായി മാറാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I surrender myself to be the spokesperson of God in this city of Melbourne. Evangelism is the heartbeat of God. Evangelism, സുവിശേഷം എന്നത് കർത്താവിന്റെ ഹൃദയത്തുടിപ്പാണ്. Spirit of God is the spirit of evangelism. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിന്റെ ഇന്ന് ആത്മാവ്. പകൽ ഞാൻ ഈ സർമൺ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു നിമിഷം ഒരു മിഷൻ കോൾ തന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. As we wind up this sermon, I want to give a mission call and wind up. 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സാകാൻ നേരത്ത് എൻ്റെ അപ്പനും അമ്മയും ഒന്നുമില്ല. കർത്താവിനെ ആദ്യമായി സന്ദർശിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തു. And at the age of 18, when the Lord touched me first, I gave my life to Jesus. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കുന്നു. And the Lord is using our life to be a blessing for thousands of people. ഒരു എഞ്ചിനീയർ ആകുന്നതോ ഡോക്ടർ ആകുന്നതോ ഏതെങ്കിലും ഒരു നഴ്സ് ആകുന്നതിലോ അല്ല നിന്റെ കരിയർ കംപ്ലീഷൻ. Your career completion is not in becoming an engineer or a doctor or a nurse. ഈ ജോബൊക്കെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമാണ്. പക്ഷേ you have a mission. This job is essential for us to be supported in this earth, but you have a mission. നിന്റെ മിഷൻ എഞ്ചിനീയർ ആകുന്നതല്ല. Your mission is not to end up as an engineer. എഞ്ചിനീയർ നിന്റെ ജോബാ. Engineering is just his job, your job. നിന്റെ മിഷൻ ദൈവരാജ്യമാണ്. Your mission is God's kingdom. എന്നെ ഞാൻ അതിനെ സമർപ്പിക്കുന്നുവെന്ന് തീരുമാനമുള്ള ആമേൻ സിൻസിയറായി, ഫെയ്ത്ത്ഫുള്ളായി, ഹല്ലേലൂയ, ബോൾഡായി എൻ്റെ കർത്താവേ, ഈ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയിൽ, ഈ അന്തിമകാലത്തിൽ, ഈ അന്ത്യനാളിൽ എന്നെ അങ്ങയുടെ വേലയ്ക്കായി അങ്ങനെ അയക്കുന്നിടത്ത് അതെൻ്റെ കരിയറിനോടൊപ്പമാകാം, എവിടെയാണെങ്കിലും യേശുവേ അങ്ങയെ സേവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ തീരുമാനമുള്ള ദൈവനിയോഗം പ്രാപിച്ച ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ദൈവസന്നിധിയിൽ അവരൊന്ന് ഉയർത്തിക്കുക. If there is anyone here who is able to take a sincere decision, Lord, in this last hour of this last age, I am available here to receive a divine assignment. ഇതുവരെ തീരുമാനമെടുത്തതുപോലെയല്ല. I mean it. I want to say yes to the call of God. Not those who have already taken decision in the past. I am asking those who want to say yes. കരങ്ങൾ ഉയർത്തിയവർ നന്നായി കരങ്ങൾ ഉയർത്തിയാട്ടെ. You lift your hands today, right now. ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. Lord, use me for your glory. Lord, use me for your glory. Let it be your ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചാട്ടെ. You raise your voice and pray. ഒരു നിമിഷം എല്ലാവരും ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചാട്ടെ. You raise your voice and pray for a moment. സഭയെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. All church pray.
ഈ ശബ്ദം പോരാ, ഈ ശബ്ദം പോരാ, ഈ ശബ്ദം പോരാ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരോടുകൂടെ ചേർന്ന് സഭയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. Everyone together pray. Everyone together pray. I'm not ready to settle with this type of lifestyle. Lord, I want to serve you. I'm not going to settle with this. I'm going to serve you. ദൈവം പറയുന്നു, he is not done with you yet. നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, നിനക്കൊരു മിഷൻ ഉണ്ട്. The Lord says that He has not done with you yet. You have a future, you have a mission. സമർപ്പിക്കുന്ന ഹൃദയങ്ങൾക്കായി സ്തോത്രം. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിക്കേ. Let every hand that have submitted surrender. Place your hand. ഉയർത്തിയ കരങ്ങളെ യേശുവിന്റെ ആണിപ്പെടുത്തേറ്റ കരം തൊടട്ടെ. Oh, may the hand of Jesus touch those hands that are raised. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു അധികാര അഭിഷേകവും ശക്തിയും നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. You're going to experience an authority and a power which you've never experienced before. ദൈവത്തിന്റെ യേശുവിന്റെ ആണിപ്പെടുത്തേറ്റ കരം നിങ്ങളുടെ കരത്തെ തൊടുന്ന പകലായത്. The wounded hands of Jesus Christ is going to touch your hand. ബോൾഡായി കരം ഉയർത്തി ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. Oh, let us raise our hands and praise the Lord. ഒരു മിനിറ്റ് ഞാൻ മൈക്രോഫോൺ കൈമാറാം. ശക്തമായി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. You have to pray in the power of the Holy Spirit. ഇതുപോരാ. കരം ഉയർത്തിയവർ ലജ്ജ കൂടാതെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കാതെ ആത്മാവിൽ പ്രാർത്ഥിച്ച് കരം ഉയർത്തിക്കുക. Pray in the Spirit. Pray in the Spirit. ഉടബഗരഗതുലഗമോഗ ശന്തരാ. നാം തുറന്ന അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. Pray in the Spirit. Pray in the Spirit. എന്നെ ഒന്ന് തൊടണമേ എന്ന് പകൽ. എന്നെ ഒന്ന് തൊടണമേ എന്ന് പകൽ. എന്റെ കരത്തെ ഒന്ന് തൊടണമേ. ശബ്ദം ഉയർത്തി കരങ്ങൾ ഉയർത്തി യേശുവിനെ തൊടുന്ന പകലാ. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന പകലാ. കർത്താവിന്റെ കരം നിന്റെ കരത്തെ തൊടുന്ന പകലാ. കർത്താവിന്റെ കരങ്ങൾ നിന്റെ ശിരസിൽ വെക്കുന്ന പകലാ. ഒരു അധികാരം ദൈവം നിന്നെ ഏൽപ്പിക്കുന്നു. ആത്മശക്തി ദൈവം നിന്നെ തരുന്നു. Use me, Lord. Use me, Lord. Use me, Lord. Use me, Lord. Hallelujah. Hallelujah. ഒരു വലിയ ദൈവിക അധികാരം, ഒരു വലിയ ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവിക ശക്തി, ഒരു വലിയ ദൈവകൃപ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത. Thank you, Lord.